ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മോർണിംഗ് റൊട്ടീനാണ്. എനിക്കൊന്ന് കഴിഞ്ഞ ലാസ്റ്റ് ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് റൊട്ടീനാണ്. അൻവിക്ക് സ്കൂളുള്ള ദിവസത്തെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു കോഫി ഇട്ട് കുടിക്കുക. അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പഞ്ചസാര തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ച് പഞ്ചസാര ഫില്ല് ചെയ്ത് വെച്ചു കേട്ടോ. നമ്മൾ സപ്ലൈകോയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അതാണ് ഈ പാക്കറ്റ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് എനിക്കുള്ള കോഫി പൗഡറൊക്കെ ഒരു ഗ്ലാസ്സിനകത്തോട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ച് പാലൊക്കെ തിളപ്പിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് കോഫി ഉണ്ടാക്കി. അത് ഉണ്ടാക്കി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഭയങ്കരമാണ്. പക്ഷെ ഇപ്പം ഞാൻ കുടിക്കില്ല. എല്ലാവർക്കുള്ള ചായയൊക്കെ ഇട്ട് അൻവിക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അൻവിക്ക് വേണ്ടിയിട്ടുള്ള പാലാണ്. അപ്പോൾ ചെറിയ ജലദോഷം ഉണ്ടായതുകൊണ്ട് ഞാൻ അവന് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത്, പാലും വെള്ളം ഉണ്ടല്ലോ അതാണ്, പാലും വെള്ളം കുറച്ച് ഹോർലിക്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കുള്ള ചായ ഇടുകയാണേ. ബാക്കി 3 പേരാണല്ലോ, അമ്മ, ഏട്ടൻ, അമ്മാമ്മ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ചൂടുവെള്ളം തിളപ്പിക്കുന്ന 2 രീതിക്കാണ്. അതായത് ഏട്ടനെ കൊണ്ടുപോകാനുള്ളതും പിന്നെ ഞങ്ങൾക്കുള്ളതുമാണ്. അപ്പോൾ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കൊണ്ടുപോകാറ്. പിന്നെ ഞങ്ങൾ കുടിക്കുന്നതെന്ന് വെച്ചാൽ പതിമുഖമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളങ്ങളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചായയും കൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ മാത്രമേ ഇങ്ങനത്തെ കപ്പ് യൂസ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും സ്റ്റീൽ കപ്പാണ് കേട്ടോ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ സ്റ്റീൽ കപ്പുകൾ നിരന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള കോഫി ആക്കി വെച്ചിട്ട് ഞാനത് കുടിക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ മഴയൊക്കെ കണ്ടാണ് കോഫി കുടിക്കുന്നത് കേട്ടോ. കോഫി കുടിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള പണിയിലോട്ട് പോകുമ്പം ഒരു സമാധാനമാണ്, ഒരു ആശ്വാസമാണ്. അപ്പോൾ കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് നാളത്തേക്കല്ല ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറും തോരനും വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ല, പച്ചക്കറി പുതിയത് മേടിച്ചില്ല, കാരണം കുറച്ച് പച്ചക്കറികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അത് തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യാതെ നമ്മൾ പുതിയത് മേടിക്കുകയാണെങ്കിൽ ഇത് അഴുകി ചീത്തയായി പോകും. അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പുതിയത് മേടിക്കാന്ന് വെച്ചോട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ കൈ മുറിഞ്ഞു കേട്ടോ, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ചെറിയ കെട്ടൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ വീണ്ടും പണിയിലോട്ട് കടന്നു കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ചെറിയൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പിന്നെ 2 ദിവസത്തേക്ക് അനങ്ങില്ല, വിരലനക്കില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. മുറിഞ്ഞു കഴിഞ്ഞാൽ കഴുകിയിട്ട് ഒന്ന് തുണിയെടുത്ത് കെട്ടുക, ബാക്കിയുള്ള പണിയിലേക്ക് പോവുക. ഇത് തന്നെ നടക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഏട്ടൻ പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നിറച്ച് കൊടുത്തിട്ട് ഏട്ടനെ ടാറ്റ പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. എൻ്റെ നാക്ക് ഭയങ്കരമായിട്ട് കുരുങ്ങുന്നുണ്ട് കേട്ടോ, വള്ളി വീഴുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ ഏട്ടൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ ഏട്ടൻ തന്നെ ഗേറ്റൊക്കെ തുറന്നോളൂ കേട്ടോ. ഗേറ്റും തുറന്നോളൂ, അടയ്ക്കുകയും ചെയ്തോളും. കാരണം മഴ പെയ്യുന്ന ഞാൻ ഇനി ഇവിടുന്ന് അവിടെ വരെ നനഞ്ഞ് ഓടി വരുമ്പോഴത്തേക്ക് ഒരു സമയം എത്തും കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ തന്നെ എല്ലാം ചെയ്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അൻവി ഇതുവരെ എഴുന്നേറ്റില്ല കേട്ടോ. അവൻ നല്ല ഉറക്കമാണ്. ഞാൻ വെച്ച് ഉറങ്ങിക്കോട്ടെ എന്ന്, കുറച്ചും കൂടെ ഉറങ്ങിയാതാകുമ്പോൾ എൻ്റെ പണിയൊന്നും ഒരു വിധമാകും. കാരണം അവ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ ഞാൻ നടക്കണം. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അവൻ ഉറങ്ങി പതിയെ എഴുന്നേക്കിടന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഏട്ടൻ പോകാൻ സമയപ്പോൾ നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഏട്ടൻ തന്നെ ഗേറ്റ് അടച്ചിട്ട് പൊക്കോളൂ, ഇല്ലെങ്കിൽ പട്ടി കയറും കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായത് ഇത് നമ്മുടെ സ്വന്തം വീടാണോ? സ്വന്തം വീടല്ല കേട്ടോ, ഇത് റെൻറ്റഡ് ഹൗസാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായി ഒരു വീട് വെക്കണം. അപ്പോൾ നമുക്ക് വസ്തു ഉണ്ട്, ഓൾറെഡി വസ്തു ഉണ്ട്. പക്ഷേ വീട് വെച്ചിട്ടില്ല, വീട് വെക്കണം. ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിനും വലിയ ബഡ്ജറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. എന്തെങ്കിലും ഒരു വീട് എന്തായാലും തട്ടിക്കൂട്ടണം. നമുക്ക് എന്നും വാടകയ്ക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. എന്നാലും നമുക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ തട്ടിക്കൂട്ടണം. അപ്പോൾ എന്തായാലും പ്ലാൻ ഉണ്ട്. എന്തായാലും ഞാൻ നിങ്ങളോട് അറിയിക്കാമേ. എന്നായാലും ഞാൻ പിന്നെ എന്ത് ചെയ്താലും നിങ്ങളെ അറിയിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വസ്തുവൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള ചൗച്ചൗ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചോപ്പർ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും. പിച്ചാത്തി വെച്ച് കുനാന്ന് അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു നേരം എത്തും. ഇതാകുമ്പോൾ 2-3 കഷ്ണമൊക്കെ ആക്കിയിട്ട് അതിനകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്നാവും കേട്ടോ. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് എൻ്റെ ആകെ ഉണ്ടായിരുന്ന മത്തങ്ങ, ഒരു മുരിങ്ങയ്ക്കായ, പിന്നെ വെണ്ടയ്ക്ക, അമരയ്ക്ക, പിന്നെ പയറുണ്ടല്ലോ നമ്മുടെ വള്ളിപ്പയർ, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ക്യാരറ്റും അതൊക്കെ ഇട്ടാണ് ഞാൻ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ചൂടാനായിട്ട് തുടങ്ങി കേട്ടോ. കാരണം ദോശ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശയിലേക്കുള്ളതും ചോറിലേക്കുള്ള സാമ്പാറാവും. നമുക്ക് എളുപ്പപ്പണിയാണല്ലോ മെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ദോശയും ചുട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പുറത്ത് അടുപ്പിരുന്ന് നമ്മുടെ തോരനും ആവുന്നുണ്ട് കേട്ടോ. തോരനായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അരപ്പരച്ചിട്ടോ. റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അരപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തോരന് നമ്മുടെ തേങ്ങ അരപ്പാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തോരൻ അങ്ങനെയാണ്. പിന്നെ ഒന്ന് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് ഇളക്കി വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചിട്ട് ഞാൻ അത് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ട് സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് തീർന്നു പോയി. നമ്മുടെ ഈ ഓറഞ്ച് പരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പ സാമ്പാറാണ്, തട്ടിക്കൂട്ട് സാമ്പാറാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞ സാമ്പാറിന് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സമയമില്ലാത്ത സമയത്ത്, കഷ്ണങ്ങൾ കുറവുള്ള സമയത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ കുക്കർ വെച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിലാകുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത്
വെന്ത് കുഴഞ്ഞൊക്കെ കിട്ടിക്കോളും. പിന്നെ ആ പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം കൈ ഉടനെ കഴുകി വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ കുന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ പാടാണ്. ഞാൻ എന്താ നമ്മുടെ അൻവിക്കുട്ടനെ വിളിക്കാനായിട്ട് റൂമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അൻവി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവനായാലും ഏട്ടനായാലും നമ്മൾ എത്ര ഉറക്കത്തിലായാലും ചെന്ന് വിളിച്ച് അപ്പോഴേ എഴുന്നേക്കും കേട്ടോ. പിന്നെ ചടപ്പൊന്നും കാണിക്കാറില്ല, അപ്പോഴേ എഴുന്നേക്കും കേട്ടോ. അൻവി അപ്പോഴേ എഴുന്നേറ്റ്. ഞാൻ പിന്നെ കുറച്ചടുത്ത് കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കാം. എപ്പോഴും ഇതുള്ളതാട്ടോ. അപ്പോൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം അടുത്ത് കിടക്കാറുണ്ട്. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും കേട്ടോ. അത് നമ്മുടെ എല്ലാ ദിവസത്തെ ഒരു റൊട്ടീൻ പോലെയാണ് അതങ്ങനെ. അപ്പോൾ അവനെയും കെട്ടിപ്പിടിച്ച് ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ ഞാൻ അവനോട് പറഞ്ഞു കുറച്ച് നേരം കൂടെ കിടന്നു അമ്മ പിന്നെ വന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവനൊരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെന്ന് വിളിച്ചത്. പിന്നെ അവനെ അവിടെ കിടത്തിയിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്നേ. അടുക്കളയിലോട്ട് വന്നപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ശകലം വെള്ളവും കൂടെ ഒഴിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയായിരുന്നു. അതുകൂടി ശകലം വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കടുക് വറുത്തിടാണ് കേട്ടോ. കടുക് വറുക്കുമ്പോഴത്തേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇടണം കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കരിയാതിരിക്കാൻ താഴെ ഇറക്കി വെച്ചിട്ട് ഇട്ടത്. അപ്പോൾ സാമ്പാർ പൊടിയും കൂടി ഇട്ടൊന്ന് കടുക് വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കട്ടെ. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് അഭിപ്രായം കമന്റിൽ എന്തായാലും പറയണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാൻ കഴിക്കുന്നത് സാമ്പാർ വെച്ചത് നമ്മുടെ തോരൻ വെച്ച ചട്ടിയും ഒക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ചട്ടി അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചട്ടിയിൽ പാചകം ചെയ്യുന്ന സൂപ്പറാണ്. നോൺ സ്റ്റിക്ക് പാത്രത്തിനെ പോലെ തന്നെ അടിയിലൊന്നും പിടിക്കത്തുമില്ല, ഒട്ടത്തുമില്ല, ഒന്നുമില്ല കേട്ടോ. ഈ പണ്ടുള്ളവർ ശരിക്കും ഈ ചട്ടിയൊക്കെ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അവർക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമേ വരില്ല. കാരണം എന്താ, ഇത് കണക്ക് ചട്ടിയിൽ നല്ല രസമാണ് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കഴുകി വെച്ച് പിന്നെ ചായപാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് നമ്മുടെ അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി ഇടണം കേട്ടോ. ഒന്ന് ക്ലീൻ ആക്കി അപ്പം ഞാൻ തുടച്ചിടുന്നുണ്ട്. പിന്നെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് തുടച്ചിട്ടിട്ട് അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഈ ചാക്കല്ല എന്താ പറയുക, മാറ്റ് നമ്മുടെ ഇവിടെ ചാക്കെന്നാട്ടോ പറയണത്. അപ്പോൾ അത് ഈ മാറ്റൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് അപ്പോൾ പഴയതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി പുതിയത് മേടിക്കണം കേട്ടോ. മേടിക്കുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാമേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകി വന്ന് പിന്നെ അൻവിക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവന് സ്നാക്സിന് കൊണ്ടുപോകാനായിട്ട് വാട്ടർമെലനാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ചെത്തി എടുക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചെത്തിയെടുത്ത് നമ്മുടെ സ്നാക്സ് ബോക്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ള ജോലി എന്ന് വെച്ചാൽ അൻവിയെ കുളിപ്പിക്കണം, അൻവിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അതൊക്കെയാണ്. അവനെ കഴിക്കാൻ കൊടുക്കുന്നതിനൊന്നും വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് ടൈം എടുക്കും കഴിക്കാൻ കൊടുക്കാനായിട്ട്. അതൊന്നും ഞാൻ വ്ളോഗിൽ എന്തായാലും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം സമയമില്ലായിരുന്നു. ഞാൻ ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ ഒരു നേരമായി. ഇനി എനിക്ക് അവരെ കുളിപ്പിക്കണം, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ കുറച്ചധികം ജോലികളുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അൻവിയുടെ പുറകെ ആയിരിക്കും ഇനിയുള്ള സമയമല്ല. അപ്പോൾ നമ്മുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട മറക്കാൻ ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം. ഇനി എന്തെങ്കിലും അദ്ദേഹത്തിലുള്ള വീഡിയോ വേണമെങ്കിൽ അതൊക്കെ പറയണം. അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയണം. നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ കാര്യമൊക്കെ സെറ്റായി. ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ റെഡിയായി. പിന്നെ അവൻ ടവലിലാണ് കേട്ടോ ലഞ്ച് ബോക്സ് കൊടുക്കുന്നത്. അവിടുന്ന് നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് ടവലിൽ പൊതിഞ്ഞ് കൊടുക്കണമെന്ന്. അപ്പോൾ അവർ ലഞ്ച് കിറ്റ് ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗിൽ കൊടുത്തിട്ടാൽ മതി, ലഞ്ച് കിറ്റ് സെപ്പറേറ്റ് വേണ്ട. കാരണം പ്ലേ സ്കൂളാണല്ലോ, ബുക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ലഞ്ച് ബാഗ് അല്ല ആ ബാഗൊക്കെ തയ്യാറാക്കി പിന്നെ അവനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം കേട്ടോ. എനിക്ക് കൊല്ലത്തും കൂടെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാനും പോയി കുളിച്ച് റെഡിയായി അവനെയും റെഡിയാക്കി നമ്മൾ നേരെ പിന്നെ സ്കൂളിലോട്ട് പോയി. പിന്നെ ഈ ചുരിദാർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നല്ല ചുരിദാറാണ്, നല്ല മെറ്റീരിയലാണ്. എനിക്കൊന്ന് 800 സംതിങ് എങ്ങാണ്ടാണ് കേട്ടോ വില വരുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള 3 പീസ് സെറ്റാണ്. ഷോൾ വരുന്നുണ്ട്, ടോപ്പ് വരുന്നുണ്ട്, പാൻറ് വരുന്നുണ്ട്. പാൻറ്റിൽ പോക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. നല്ല ചുരിദാറാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല സുഖമാണ് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട മറക്കാൻ ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.